കൗമാരകലയുടെ കേളീരവത്തിന് നാളെ അനന്തപുരിയിൽ തിരിതെളിയും. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ 63ാമത് സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗിക തുടക്കമാകും. തലസ്ഥാനത്തെത്തുന്ന വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ഇന്ന് സ്വീകരണം നൽകും. മേളയ്ക്കുള്ള പ്രതിഭകൾ തലസ്ഥാനത്ത് എത്തിത്തുടങ്ങി. രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിക്കുന്നതോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും. 25 വേദികൾ, 249 ഇനങ്ങൾ, മാറ്റുരയ്ക്കുന്നത് 15,000-ലധികം പ്രതിഭകൾ. കൗമാരകലയുടെ കേളീരവത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ രംഗപൂജയോടെ വേദികൾ ഉണരും. 25 വേദികൾക്ക് 25 നദികളുടെ പേരാണ് നൽകിയത്. 1ാം വേദിയായ നിള MD-യുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കും. മേളയുടെ ചരിത്രത്തിലാദ്യമായി 5 ഗോത്ര നൃത്തരൂപങ്ങൾ മത്സര ഇനങ്ങളായി വേദിയിലെത്തുന്നതും ഏറ്റവും വലിയ സവിശേഷതയാണ്. മേളയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൈകിട്ട് സ്വീകരണം നൽകും. തലസ്ഥാന നഗരിയിലെത്തുന്ന സ്വർണ്ണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങും. അനന്തപുരിയിലെത്തുന്ന മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യവും സജ്ജമാണ്. 30ഓളം സ്കൂളുകളിലാണ് ഇവർക്കായി താമസ സൗകര്യം ഒരുക്കിയത്. ജനം, തിരുവനന്തപുരം.